ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് 8th ഡേയിലാണ് കേട്ടോ ഉള്ളത്. ഇന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാറ്റാണ്. നമ്മൾ 7 ദിവസം പാലിച്ചു പോന്നിട്ടുള്ള ആ ഫോമാറ്റേ അല്ല, നല്ല വ്യത്യാസമുണ്ട്. എന്നാൽ അത് വളരെ ഗുണകരവുമാണ്. 7 ദിവസം പാലിച്ചു പോന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതും ഇനി അങ്ങടേക്ക് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളെ ഏറ്റവും അധികം ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി പാലിച്ചു പോരേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഏതൊരു ഭാഷ അക്വയർ ചെയ്യുമ്പോഴും നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ചില പില്ലേഴ്സ് ആവശ്യമുണ്ട്. തൂണുകൾ, ഭാഷ അക്വയർ ചെയ്തതിൻ്റെ ചില പില്ലേഴ്സ് ആണത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലിസണിങ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, റീഡിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്. LSRW എന്നാണ് അതിന് പറയുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഒന്ന് ശ്രദ്ധിക്കൂ, നമ്മൾ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ള, അതായത് 3ാമത്തെയും 4ാമത്തെയും റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഇത് അക്കാഡമിക്കൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് കൊച്ചിലേ മുതൽ നമ്മൾ പഠിച്ചു വരണുണ്ട് അല്ലേ. റീഡിങ്ങും ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമുക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ചെയ്യുന്നുണ്ട്. അതോടുകൂടെ നമുക്ക് എല്ലാം ആയി എന്നുള്ളൊരു ധാരണയാണോ, അതോ എന്തുകൊണ്ട് നമ്മൾക്ക് എന്നിട്ടും അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, ഇനി ഗ്രാമറ്റിക്കൽ റൂൾസൊക്കെ അറിയാം, എങ്കിലും നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ? അതിനകത്ത് എന്തോ ഒരു ബ്ലോക്ക്, മെൻ്റൽ ബ്ലോക്ക് സംഭവിക്കുന്ന എന്തുകൊണ്ടാണ്? ഗ്രാമർ റൂൾസ് അറിഞ്ഞിട്ടും, റീഡ് ചെയ്യാൻ അറിഞ്ഞിട്ടും, റൈറ്റ് ചെയ്യാൻ അറിഞ്ഞിട്ടും. അതായത് അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യം ഏതാണെന്നറിയോ? ലിസ്ണിങ്ങും സ്പീക്കിങ്ങും ആണ്. അത് ഫസ്റ്റ് 2 പറഞ്ഞത്, ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ. എന്നാൽ അത് നമ്മൾ അക്വയർ ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അതാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്നത്. അതായത് ലിസ്ണിങ്, ഫസ്റ്റ് വരുന്ന ലിസ്ണിങ്, ശ്രദ്ധ, ഫോക്കസ്, അറ്റൻഷൻ എന്നൊക്കെ പറയാം അല്ലേ. നമുക്കൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അതുകൂടെ നിങ്ങൾ പാലിച്ചിട്ട് വേണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ലിസ്ണിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇംഗ്ലീഷിലുള്ള ഒരു സ്റ്റഫ് കേൾക്കേണ്ടതുണ്ട്. കേൾക്കുക ഇൻ ദ സെൻസ് ക്ലിയർ ആയിട്ട് അത് വേണം എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കണം. അത് ഒരുപാട് സമയമൊന്നും വേണ്ട. അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ട ഒരാവശ്യമില്ല. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം, ഒരു ടൈം സ്ലോട്ട് ഇടുക. ഇന്ന ദിവസം, അതായത് ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ, ഇന്ന് മാത്രമല്ല ഇനി അങ്ങടേക്കും നിങ്ങളത് ചെയ്യേണ്ടതുണ്ട്. ഒരു നിശ്ചിത സമയം, ഒരു 5 or 10 മിനിറ്റ് മതി, ഇനഫ്, അത്ര മതി. ഒരുപാട് സമയമായ ഒരു ദിവസം നിങ്ങൾ 1 മണിക്കൂർ സമയം എടുത്തിട്ട് ലിസൺ ചെയ്യാൻ ഒരു സ്റ്റഫ് സെലക്ട് ചെയ്തു, അത് കേൾക്കുന്നു എന്ന് വിചാരിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. അതൊരു 1/2 hour or 1 hour വേണ്ടിയിട്ട് സെലക്ട് ചെയ്താലും, ഒരു ദിവസം അങ്ങനെ ചെയ്തു, 2 ദിവസം അങ്ങനെ ചെയ്തു, 3ാമത്തെ ദിവസം നിങ്ങൾക്ക് പതിയെ ആ ഒരു ആവേശം കുറഞ്ഞു വരും. അപ്പോൾ 5 or 10 മിനിറ്റ് ആകുമ്പോൾ ബുദ്ധിമുട്ടില്ല, അത് എല്ലാ ദിവസവും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റും. സോ നിങ്ങളൊരു സ്റ്റഫ്, അത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത് പൊതുവെ പറയപ്പെടാറുള്ളത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂസ് കേൾക്കുക, ഇംഗ്ലീഷ് ന്യൂസ്, BBC ന്യൂസ് കേൾക്കുക, അല്ലെങ്കിൽ ഹിന്ദു ന്യൂസ് പേപ്പർ, അത് UPSC എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരോടൊക്കെ പൊതുവെ പറയപ്പെടാറുള്ളതാണ് ഹിന്ദു ന്യൂസ് പേപ്പർ റീഡിങ് എന്നുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസ് കേൾക്കുക, ആർട്ടിക്കിൾസ് കേൾക്കുക, വായിക്കുക എന്നുള്ളതൊക്കെ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റിന് നല്ലതാണെന്ന്. തീർച്ചയായിട്ടും അതെ. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എല്ലാവർക്കും എല്ലാം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ദഹിക്കില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണർ ഉണ്ടാകും. ഇപ്പോൾ എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ആളുകളിൽ വീട്ടമ്മമാരുണ്ടാവും, സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും. ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് അല്ല അല്ലേ, സംസാരിക്കാൻ വേണ്ടിയിട്ട് കോൺഫിഡൻ്റ് അല്ല എന്നുള്ളവരാണ്. അതായത് നിങ്ങളുടെ ലെവൽ, ഐ തിങ്ക് യു ആർ ഇൻ ദ ബേസിക് സോൺ അല്ലെ, ലെവൽ 1ലാണ് നിങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ പിടിച്ച ഒരുപാട് കടുകട്ടിയായിട്ടുള്ള വാക്കുകൾ കൊണ്ട് തീർത്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കേൾക്കാൻ പോയാൽ പെട്ടെന്ന് മടുപ്പുളവാകും. നിങ്ങളത് പകുതിക്ക് ഡ്രോപ്പ് ചെയ്യും, അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കണ്ടെത്തുക. എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ്, നിങ്ങൾ ഏത് കാര്യം, മലയാളത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന എന്താണ്, അതിനി ഇന്ന് മുതൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇൻ മലയാളം എന്നുള്ളത് ചേർക്കാതെ ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത് ചേർത്തിട്ട് നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ ആണെങ്കിലും സെർച്ച് ചെയ്യുക, ഗൂഗിളിലൊക്കെ ആണെങ്കിലും മലയാളത്തിലേക്ക് മാറ്റരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് മനസ്സിലാകുന്ന, നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിലുള്ള കാര്യം നിങ്ങൾ ലിസൺ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ദിവസവും, ഇന്ന് മുതൽ എല്ലാ ദിവസവും അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ടൈം സ്ലോട്ട് വെക്കുക, എന്നിട്ട് അത് കേൾക്കുക. എന്നിട്ട്
ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് കേട്ടു അല്ലേ, 5 or 10 മിനിറ്റൊക്കെ നിങ്ങളത് കേട്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇംഗ്ലീഷിലുള്ളത് ഒരു സ്പീച്ച് ആകാം, ഒരു കഥയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു റെസിപ്പി ആകാം, വേറെ എന്തെങ്കിലും ഒരു സീരിയൽ ഓർ സിനിമ, ഒരു വെബ് സീരീസ്, ഇങ്ങനെ പലതും ആവാട്ടോ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ഫെയറി ടെയിൽസ് ആകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമാണ്. ചിലർക്ക് ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും, ചിലർക്ക് മോട്ടിവേഷൻ സ്റ്റഫായിരിക്കും, ഇൻസ്പിറേഷൻ സ്റ്റഫായിരിക്കും. അങ്ങനെ അവനവൻ്റെ ഇഷ്ടം, മറ്റൊരാളുടെ ഇഷ്ടം നിങ്ങൾ പിറകെ കൂടേണ്ട, അത് കേൾക്കാൻ ശ്രമിക്കേണ്ട, നിങ്ങൾ അത് ഡ്രോപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ലിസൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് എന്ത് മനസ്സിലായി, ഇംഗ്ലീഷിൽ കേട്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ അല്ലേ, കുറച്ച് സമയം നിങ്ങളത് കേട്ടു, അതിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തു ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ലിസ്ണിങ്. അതിപ്പോൾ പൂർത്തിയായി. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ നിലവിലെ ലാംഗ്വേജ് എഫിഷ്യൻസി വെച്ചിട്ട്, ഒരുപാടൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം ഇംഗ്ലീഷ് അറിയാം അത് വെച്ചിട്ട് മതി. അത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ വേർബലൈസ് ചെയ്യുക, പറയാൻ വേണ്ടി ശ്രമിക്കുക. കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ചിലപ്പോൾ ലാഗിങ് ഒക്കെ വരും, എന്താ ദെൻ നോ, യു നോ, വെൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ, ഫീലിങ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നോ പ്രോബ്ലം, ഒരു വിഷയമില്ല, ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാനില്ല. കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ എന്താണോ ലിസൺ ചെയ്തത്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാം. അത്രയും സമയം 5 or 10 മിനിറ്റ് കേട്ടത് അത്രയും സമയം പറയണമെന്നൊന്നുമില്ല. എത്ര സമയത്തെ ഒരു 1 or 2 or 3 സെന്റൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനഫ് മതി, നിങ്ങളത് പറയുക. അപ്പൊ എന്തായി, സ്പീക്കിംഗ്. ലിസണിങ് കഴിഞ്ഞ ദെൻ സ്പീക്കിംഗ് ആയി. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് എഴുതുക. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ചേഞ്ച് ചെയ്യുക അല്ലെ. നിങ്ങൾ മനസ്സിലായ കാര്യം നിങ്ങൾ എഴുതുക. നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എന്നെ കേൾക്കുന്ന പലർക്കും എന്തുണ്ടാകും, ഗ്രാമറ്റിക്കൽ നോളജ് നന്നായിട്ടുണ്ടാവും, എഴുതാൻ നന്നായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന്, നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഓഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ എഴുതുക. എന്നിട്ട് നിങ്ങളത് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ പാലിച്ചിട്ട് പോവുക എല്ലാ ദിവസവും. ഇന്ന് മാത്രമല്ല, ഇനി അങ്ങടേക്ക് എല്ലാ ദിവസവും. ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, LSRW. ഇതിനകത്ത് റീഡിങ്ങും റൈറ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് സംസാരിക്കണമല്ലോ, സംസാരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ബോൾഡ് ആവാൻ വേണ്ടിയിട്ടും കോൺഫിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ 7 ദിവസത്തെ ഫോർമാറ്റിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്തത്, നമ്മൾ ലിസ്ണിങ്ങിന് വേണ്ടിയിട്ട് ഒരു കാര്യം സ്റ്റഫ് സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത്, ഇന്ന് മുതൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ് കേൾക്കാൻ പോകുന്നത്, അത് ഏത് സമയത്ത് കേൾക്കും, അത് എത്ര സമയം നിങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്. 5 or 10 മിനിറ്റ് മതി, അത്രേ ഞാൻ പറയുള്ളൂ. എന്നാൽ ചിലർക്ക് അറ്റൻഷൻ സ്പാൻ ഒരുപാട് ഉണ്ടാകും. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ എത്ര സമയം വേണമെങ്കിലും കേൾക്കും, 5 or 10 മിനിറ്റ് ഒന്നും അല്ല, എനിക്കൊരു അരമണിക്കൂറൊക്കെ കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേയ്സിൽ, തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാൻ പറ്റും, മടുപ്പില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സമയം എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. അല്ലാത്ത എല്ലാവരും ചെറിയ സമയം എടുത്താൽ മതി. എന്നിട്ട് കേൾക്കുക, കേട്ട കാര്യങ്ങൾ, മനസ്സിലായ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുക, പിന്നെ അതൊന്ന് എഴുതുക, പിന്നെ അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ റൈറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ റീഡിങ് പറഞ്ഞത്. എന്നാലും നിങ്ങൾ ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ നിങ്ങളുടെ അക്കാഡമിക്കൽ നോളജ് ആവട്ടെ, നിങ്ങളുടെ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ IQ ഒക്കെ ഇച്ചിരി ഇംപ്രൂവ്ഡ് ആണ്, സംസാരിക്കാൻ മാത്രമേ പ്രയാസമുള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങളുടെ ആവശ്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് BBC പോലത്തെ അതുപോലെ ന്യൂസ് ചാനൽസ് ഒക്കെ നന്നായിട്ട് ലിസൺ ചെയ്യാം കേട്ടോ. അത് വളരെ നല്ലതാണ്. ഇംഗ്ലീഷ് സോങ് ലിസൺ ചെയ്യാം, അല്ലെങ്കിൽ നാറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ടോക്ക് ലിസൺ ചെയ്യാം. എല്ലാം മലയാളത്തിൽ ലിസൺ ചെയ്യാൻ നിൽക്കാണ്ട് കുറച്ചൊക്കെ നിങ്ങൾ മനസ്സിലാകും, മടുപ്പില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ദിവസവും ഒരു നിശ്ചിത സമയം കേൾക്കുക, പറയുക, എഴുതുക, വായിക്കുക. ഓക്കെ, സെറ്റ്. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.